ഹേ ഓൾ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അരേന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ എന്ത് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ഇൻ സി ടു ഫൈൻഡ് ദ കേത്ത് ലാർജസ്റ്റ് ആൻഡ് കേത്ത് സ്മോളസ്റ്റ് എലമെന്റ് ഇൻ ആൻ അറേ. ഓക്കെ, അപ്പോൾ ഒരു അരയിലെ കേത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു പൊസിഷനിലുള്ള ഏറ്റവും വലിയ സംഖ്യയും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ അരേനെ സോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു രണ്ട് കേത്ത് പൊസിഷനിലുള്ള വാല്യൂസിനെ നമുക്ക് ലാർജസ്റ്റും സ്മോളസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ടേബിൾ കാണിച്ചു തരാം. ആ ടേബിളിലുള്ള വാല്യൂസും അതുപോലെ തന്നെ സ്വാപ്പിംഗ് കാര്യങ്ങളും ഞാൻ ബബിൾ സോർട്ട് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കോഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ആ ടേബിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ടേബിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ അരയാണ്. ഞാനിവിടെ കുറച്ച് വാല്യൂസിനെ ഇവിടെ വാല്യൂസിനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അര ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ 12, 3, 5, 7, 19. ഓക്കെ, അങ്ങനെ റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സിനെ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ അര ശരിക്കും എങ്ങനെ കിട്ടണം? നമുക്ക് 3, 5, 7, 19 എന്ന രീതിയിൽ കിട്ടണം. അതായത് സോർട്ട് ചെയ്ത രീതിയിൽ, അസെൻഡിങ് ആയിട്ട് സോർട്ട് ചെയ്ത രീതിയിൽ നമുക്ക് കിട്ടണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേത്ത് സ്മോളസ്റ്റും ലാർജസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പെട്ടെന്ന് ഈസി ആയിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഫസ്റ്റത്തെ പാസ്, അതായത് ഫസ്റ്റത്തെ റൗണ്ടിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? കമ്പാരിസൺ ചെയ്യുക. അതായത് ബബിൾ സോർട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ബബിൾ സോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബബിൾ സോർട്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. തൊട്ടടുത്തുള്ള അതായത് അഡ്ജസൻസി എലമെന്റ്സ് എന്ത് ചെയ്യുക? അഡ്ജസൻസി എലമെന്റ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതായത് തൊട്ടടുത്തുള്ള രണ്ട് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൽ ഏതാണോ വലിയ സംഖ്യ അതിനെ എന്ത് ചെയ്യും? തൊട്ട അടുത്ത പൊസിഷനിലോട്ട് മാറ്റും. ആ പൊസിഷനിലുള്ള വാല്യൂസിനെ എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുകൂടി ആവശ്യമുണ്ട്? ടെമ്പ് എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിൾ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ടെമ്പ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ടെമ്പററി വേരിയബിൾ വേണം. അതെന്തിനാണെന്ന് കൂടി പറഞ്ഞുതരാം. ഇപ്പൊ 12, 3 എന്ന കേസിൽ വരുമ്പോൾ 12 എന്താണ്? 3നേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് ആദ്യം 3ആണ് ചെറിയ സംഖ്യ ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പൊ 3നെ നമുക്ക് ഫസ്റ്റ് വരണം, 12നെ തൊട്ടടുത്ത പൊസിഷനിലോട്ട് വെക്കണം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? 12നെ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് വെക്കും. എന്നിട്ട് 3നെ 12ന്റെ പൊസിഷനിലോട്ട് വെച്ചിട്ട് പിന്നെ തിരിച്ച് 3ന്റെ പൊസിഷനിലോട്ട് എന്ത് ചെയ്യാണ്? 12നെ വെക്കാണ്. അതുപോലെ എന്ത് ചെയ്യാണ്? കറക്റ്റ് അതുപോലെ തന്നെയാണ് 12, 5, അതുപോലെ 12, 7 ഈ ഒരു കേസിലൊക്കെ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? സ്വാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ സ്വാപ്പിംഗ് വരാത്ത കേസ് എപ്പോഴാണെന്നറിയോ? 3, അതായത് ഇവിടെ ഇപ്പോൾ ഓൾറെഡി സോർട്ടായി കഴിഞ്ഞ് 3, 5, 7, 12 ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? 12, 7 വരെ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് 19ന് ചെക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആ ഒരു പൊസിഷനിലുള്ള വാല്യൂ ഓൾറെഡി സോർട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലാസ്റ്റത്തെ പൊസിഷൻ അതിന്റെ കറക്റ്റ് ഇതിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോ 3 <5. ഓക്കെ, 3 5നേക്കാൾ ചെറുതാണോ നോക്കും. ഓക്കെ, അപ്പൊ ചെറുതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 5 7നേക്കാൾ ചെറുതാണോ നോക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 7 12നേക്കാൾ ചെറുതാണോ? അപ്പോഴും സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റത്തെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റത്തെ എന്തായിരിക്കും? കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്? തൊട്ടടുത്ത സംഖ്യകൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഈ ഒരു വലിയ സംഖ്യനെ തൊട്ട അപ്പുറത്തെ പൊസിഷനിലോട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോഡിൽ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ അരേനെ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണേ? ജസ്റ്റ് ഇൻഡ് ARR എന്ന് പറഞ്ഞിട്ട് അരേനെ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ സൈസ് കൊടുക്കുന്നില്ല. നമുക്ക് സൈസ് ഓൾറെഡി അത് എടുത്തോളൂ. ഓക്കെ, എത്രയാണ് സൈസ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ് ഉണ്ടായിരുന്നത്? അതുപോലെ 12, അതുപോലെ തന്നെ 3, പിന്നെ 5, 7, 19. ഓക്കെ, അതല്ലേ? ഓക്കെ, 5, 7, 19 ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഞാനവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിന്റെ സൈസ് ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സൈസ് കാണാൻ ഞാൻ n എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ടാണ് സൈസ് വെക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സൈസ് ഓഫ് അരേ. ഓക്കെ, ARR എന്ന് തന്നെ കൊടുക്കുക. അരേന്റെ നെയിം കൊടുക്കുന്നു. എന്നിട്ട്
ബൈ എന്ത് കൊടുക്കുക, ഓക്കെ സൈസ് ഓഫ്, ഓക്കെ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് array_0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ array_0 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സെമികോളൻ ഇടുന്നു. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഒരു ഇൻറ്റ് കെ എന്ന് പറയുന്നത് ഞാനൊരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് എന്ത് ചെയ്യണം, നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ യൂസറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ കെന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യണം, ഒരു 3 എന്ന് കൊടുക്കണം. ഓക്കെ ഇപ്പൊ നമുക്ക് 3 ആയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് കൂടി ഒന്ന് നോക്കാം. ഓക്കെ നെക്സ്റ്റ് എന്ത് വേണം, നമുക്ക് ഈ മെയിൻ ഫോർ ലൂപ്പ് വേണം. ഈ മെയിൻ ഫോർ ലൂപ്പിൽ ഇവിടെ ഇന്റെ ഐ എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഐ ഏത് വരെയാ, n-1 വരെയാണ് നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ n-1 വരെയാണ്. അത് ലാസ്റ്റത്തേന് എന്താണ്, അത് കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ്. ഓക്കെ i++. നെക്സ്റ്റ് എന്താണ്, അതായത് നമുക്ക് n-1 വരെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ നെക്സ്റ്റ് ഫോർ ലൂപ്പിൽ എന്താണ്, ഇൻറ്റ് ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഞാൻ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെ ഏത് വരിക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ടൈമിൽ ഇങ്ങനെ അതിന്റെ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യണം, അത്ര സൈസ് വരെ മാത്രം എന്ത് ചെയ്താൽ മതി, പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ i-1 എന്ന് കൂടി കൊടുക്കണം. കാരണം നമ്മൾ മുകളിലും n-1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 1 മൈനസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ലാസ്റ്റത്തെ പൊസിഷനെ നമ്മൾ ഒഴിവാക്കുന്നത്. ഓക്കെ അതുപോലെ എന്ത് ചെയ്യുക, ജെന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ പോകണം. ഇവിടെ നമ്മൾ ജെന്റെ ഫോർ ലൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ array_j എന്ന് കൊടുക്കുന്നു. array_jയിലുള്ള വാല്യൂവിനെ നമ്മൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, array_j+1ലുള്ള വാല്യൂ ആയിട്ട്. ഓക്കെ തൊട്ടടുത്തുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണോ നോക്കും, വലുതാണോ എന്ന് നോക്കും. ഓക്കെ array_jയിലുള്ളത് വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് വെക്കണം. ഓക്കെ നമ്മളത് പറഞ്ഞതാണ്. ഓക്കെ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് array_j വെച്ചു. ഓക്കെ array_j വെച്ച് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ array_jയിൽ ഒന്നുമില്ല. ഓക്കെ array_jയിലുള്ള വാല്യൂവിനല്ലേ വെച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, array_jയിലോട്ട് എന്തിനു വെക്കാം, array_jയിലോട്ട് എന്തിനു വെക്കാം, array_j+1 വെക്കാം. ഓക്കെ അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് അതിനെ വെച്ച് ഇനി array_j+1 ഇപ്പോൾ എന്ത് ചെയ്യാണ്, ടെമ്പിലുള്ള വാല്യൂ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ array_j+1 എന്ത് വെക്കണം, അസൈൻ ചെയ്ത് വെക്കണം. ഓക്കെ array_j+1 ടെമ്പിലുള്ള വാല്യൂ വെക്കുന്നു. ഇപ്പൊ എന്തായി, ഒരു സ്വാപ്പിംഗ് ആയി. തൊട്ടടുത്തുള്ള രണ്ട് വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത്. ഓക്കെ വേറെ രീതിയിലൊക്കെ സ്വാപ്പിംഗ് ചെയ്യാട്ടോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഏറ്റവും ബേസ് രീതിയാണ്. ഓക്കെ അപ്പൊ ഈ രീതിയിൽ പഠിക്കാം. ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ നമ്മുടെ സ്വാപ്പ് ചെയ്ത് ഇപ്പൊ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അരയിലുള്ള എലമെന്റ്സിന് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു രണ്ട് ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നമ്മളത് സ്വാപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് kth സ്മോളസ്റ്റും അതുപോലെ തന്നെ kth ലാർജസ്റ്റും എന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇത്രയും സിമ്പിളാണ്. ഓക്കെ ഇനി ജസ്റ്റ് എന്താ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ ഇവിടെ ഞാൻ ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് kth ലാർജസ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ kth ലാർജസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ അസൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നത്, അതായത് അരയിലുള്ള ഏതോ ഒരു വാല്യൂ ആയിരിക്കുമല്ലോ, അതായത് എന്ത് kth ലാർജസ്റ്റ് എലമെന്റ്. അപ്പൊ അതിനെ കണ്ടുപിടിക്കുന്നത് n-k എന്ന് കൊടുത്താൽ മതി. അപ്പൊ n-ന്റെ വാല്യൂ ഇപ്പൊ ഈ ഒരു കേസിൽ 5 ആയിരിക്കും. 5-ൽ നിന്ന് kന്റെ വാല്യൂ എത്രയാ, kന്റെ വാല്യൂ 3 അല്ലേ. ഓക്കെ 5-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 2 ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിലുള്ള വാല്യൂ ആണ് എന്ത് പറയുന്നത്, ഏറ്റവും kth ലാർജസ്റ്റ് എലമെന്റ്. ഓക്കെ അതായത് മൂന്നാമത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ മൂന്നാമത്തെ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കിട്ടണം, n-k എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ 0 1 2 3. ഓക്കെ അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിലുള്ള വാല്യൂ ഓക്കെ 7 ആണ്. ഓക്കെ അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാം. ഓക്കെ എങ്ങനെയാണ് വാല്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിന്റ്എഫിൽ എന്ത് കൊടുക്കാം, പ്രിന്റ്എഫിൽ എന്ത് കൊടുക്കാം,
ഒരു പെർസെൻറ്റേജ് ഡി ഇട്ടിട്ട് അപ്പോൾ വാല്യൂ കേത്ത് എന്ന് പറഞ്ഞ കേൻ്റെ ഏതാണോ വാല്യൂ കിട്ടിയിട്ടുള്ളത് അത് കൊടുക്കുക. കേൻ്റെ വാല്യൂ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, ലാർജസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ലാർജസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ തന്നെ പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലോട്ട്, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം, സ്ലാഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 2 വാല്യൂസ് കൊടുക്കാനുണ്ട്, കാരണം 2% ഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കേത്ത് എന്നാണ് കൊടുത്തിരുന്നത്, അപ്പോൾ കെ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുന്നു. അതുപോലെ നെക്സ്റ്റ് ഈ ഒരു കേത്ത് ലാർജസ്റ്റ് എലിമെൻറ്റ്, അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അതുപോലെ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു സെമിക്കോളൻ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സ്മോളസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. സ്മോളസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ്, ഓക്കെ, ഇൻഡ് ഞാൻ ഓക്കെ കേത്ത് ലാർജസ്റ്റ് എന്നല്ലേ, അപ്പോൾ അതിന് പകരം കേത്ത് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, കേത്ത് സ്മോളസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് അല്ലേ, കേത്ത് സ്മോളസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് അരയിലുള്ള ഏത് വാല്യൂ ആണ്, അരയിലുള്ള കെയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, നമുക്ക് 1 കുറച്ചാൽ മതി, അപ്പോൾ സ്മോൾ കിട്ടും. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത്, 3 എന്നാണ് ഇവിടെ കെൻ്റെ വാല്യൂ, അപ്പോൾ 3ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 2. ഓക്കെ, അപ്പോൾ 0 1 2. ഓക്കെ, ആ ഒരു രീതിയിൽ അരേ ഓഫ് 2 എന്ന് പറയുന്നത് അതിലുള്ള വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം, നമുക്ക് സോർട്ട് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇതിലുള്ള വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, സോർട്ട് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഇനി റൺ ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇപ്പം ഏത് കിട്ടിയിട്ടുള്ളൂ, 7 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ പ്രിൻ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് മറന്നു പോയതാണ്. പ്രിൻ്റ് എഫിൽ ഇവിടെ എന്ത് ചെയ്യണം, സെയിം രീതിയിൽ തന്നെ കൊടുക്കാം. നമുക്ക് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഡി, അതായത് കേത്ത് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സ്മോളസ്റ്റ് എലമെൻറ്റ് ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കാം, പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ട് /n. ഓക്കെ, നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ കേൻ്റെ വാല്യൂ കൊടുക്കുന്നു. അതുപോലെ തന്നെ കേത്ത് സ്മോളസ്റ്റ് എലമെൻ്റ് അല്ല, ഇതിന് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലൊക്കെയാണ് ഫുമിഗേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓൺലൈൻ കമ്പൈലറോ അതുപോലെ നിങ്ങളടുത്ത് ഏതെങ്കിലും എക്ലിപ്സ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാളേഷനൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, കേത്ത് അതായത് കേൻ്റെ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്, എന്താണ് 3 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലാർജസ്റ്റ് എലമെൻറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കണ്ടോ. ഓക്കെ, ഇവിടെ 3rd എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് 3rd എന്നാണ് വരേണ്ടത്. ഓക്കെ, എന്താണ് ഇവിടെ ലാർജസ്റ്റ് എലമെന്റ് ഏതാ, 3ാമത്തെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 7 തന്നെയല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഏറ്റവും വലിയ സംഖ്യ, ഫസ്റ്റത്തെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 19 ആണ്. പിന്നെ 2ാമത്തെ എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്. മാനുവലായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കൂ. പിന്നെ 7 അല്ലേ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചെറുതും ഒന്ന് നോക്കി നോക്കിയേ. 3ാമത്തെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. 2ാമത്തെ എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ 3ാമത്തെ എന്ന് പറയുന്നത് 7. അപ്പോൾ അതും കറക്റ്റാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കേൻ്റെ വാല്യൂ ഒന്ന് മാറ്റിയിട്ട് 3 എന്നുള്ളത് 2 എന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളത് സോർട്ട് ചെയ്തിട്ടുണ്ടാവും. 2ാമത്തെ ലാർജസ്റ്റ് എലമെന്റ് ഏതാണ്, 2ാമത്തെ ലാർജസ്റ്റ് എലമെന്റ് എന്ന് പറയും 19. പിന്നെ ഉള്ളത് ഏതാണ്, 12 ആണ് 2ാമത്തെ. കണ്ടോ, അത് കറക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2ാമത്തെ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് 3 കഴിഞ്ഞാൽ പിന്നെ 5 ആണ്. ഓക്കെ, കണ്ടോ, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇത്രയും സിമ്പിളാണ്. ബബിൾ സോർട്ട് മനസ്സിലായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ അരേ ഓഫ് n-k അതുപോലെ തന്നെ അരേ ഓഫ് k-1 ഈ ഒരു 2 എന്ത് ചെയ്യുക, ആ ഒരു പൊസിഷനിലുള്ള വാല്യൂസിനെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കേത്ത് ലാർജസ്റ്റ് എലമെന്റും അതുപോലെ തന്നെ കേത്ത് സ്മോളസ്റ്റ് എലമെന്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്യുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനിയും വീഡിയോസ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അരയുടെ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.